ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂരിലുള്ള പൈതൽ മലയിൽ പോയിട്ടുള്ള ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. ഹോളിസ്റ്റിക് റിസോർട്ടിൽ നിന്ന് പിറ്റേന്ന് രാവിലെ പുറമെയുള്ള കാഴ്ചകൾ കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ തന്നെ ഉള്ള ഇവരുടെ ജീപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. ജീപ്പ് റൈഡിങ് ഇവരെ പാക്കേജിൽ ഉള്ളതല്ല, അതിന് എക്സ്ട്രാ പേ ചെയ്യണം. ജീപ്പിൽ പോകുന്നത് കുറച്ച് ഓഫ് റോഡ് വഴിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ജാമ്പക്ക മരം കണ്ട് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് കുറേ ജാമ്പക്ക പറിച്ചു തന്നു. ഈ സ്ഥലങ്ങളൊക്കെ ഇവരെ റിസോർട്ടിൻ്റെ ഭാഗങ്ങളായിട്ട് ഉള്ളതാണ്. നല്ലൊരു കാഴ്ചയായിരുന്നു പുറമെ കാണാനായിട്ട് ഉള്ളത്. ഞങ്ങൾ ശരിക്കുള്ള പൈതൽ മല കയറാൻ പോയിട്ടില്ല. ചൂട് സമയമായതുകൊണ്ട് നല്ലൊരു ചൂടായിരുന്നു പുറത്തൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പൈതൽ മല കയറാനായിട്ട് ഞങ്ങൾ പോയില്ല. പുറമെയുള്ള കാഴ്ചകളും മറ്റും മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതെല്ലാം പാട്ടിലേ വരൂ, ഇതൊന്നും വരൂല. പക്ഷേങ്കിൽ അത് അതിന്റെ ഒരു മറ്റേ ഇതുണ്ടല്ലോ, ട്രഡീഷൻ അല്ല ഒറിജിനാലിറ്റി, അതോട് ഇട്ടിട്ട് നമ്മള് വരും. നമ്മളൊരു വലിയ മല ചാടി കടന്ന് വന്നവനാണ് ഈ പുലി. ഞാനൊന്ന് ജീപ്പ് ഓടിക്കുന്നേ, പിന്നെ എല്ലാരും ഓടിക്കും. എല്ലാരും നേരെ താഴോട്ട് പോകും, അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ ഒഴിവാക്കുള്ളൂ. അതെ, ഞാനറിയില്ലെന്ന് പറയൂ. പൈതൽ മലയിലെ പുറമെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ മടങ്ങി വന്നു. അതിനുശേഷം റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള ഓരോ കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ പോയി. താഴോട്ട് നോക്കിയേ, ജോലി. അതിനുശേഷം റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് ഞങ്ങൾ പോയി. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് കേരളത്തില് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ കർണാടകയാണ്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് കേരളത്തിൽ കൂടെ കർണാടകയിലാണ് വരുന്നത് കേട്ടാ. ചൂട് സമയമായതുകൊണ്ട് വെള്ളം വളരെ കുറവായിരുന്നു. പക്ഷേ കുറെ ഇറങ്ങാനും കയറാനും ഒക്കെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. വെള്ളം കോരി നോക്കിയ കയ്യില് ആ വെള്ളത്തിലൊന്ന് തൊട്ട് നോക്കി എങ്ങനെ ഇത് കിട്ടും, പ്രശ്നസ് കിട്ടും. നമുക്ക് പോകാൻ കഴിയാം, നടക്കാം, ഞങ്ങൾ കയറി വരാം. അങ്ങോട്ട് ഇറങ്ങിക്കോ, അങ്ങോട്ട് നടന്നു. കാര്യമുള്ളൂ, ഇതിനായി കിടന്ന് വിഷമിച്ചിട്ടുണ്ട്. ഇടേണ്ടത് കൂടാ. അങ്ങനെ വേണോ? ഓർമ്മയില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗം കേരളത്തിൻ്റെ ബോർഡറും
മറ്റൊരു ഭാഗം കർണാടകയുടെ ബോർഡറുമാണ് ഉള്ളത്. നടുക്കിലെ കൂടിയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. 2 ബോർഡറിൻ്റെയും മിഡിലേ കൂടി വരുന്നതാണ് ഈ ഒരു വെള്ളച്ചാട്ടം. മഴക്കാലത്ത് ഇവിടെ ഒരുപാട് വെള്ളമുണ്ടാവും. നല്ലൊരു വെള്ളച്ചാട്ടമാണ് ഇത്. ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറേ ദൂരം അങ്ങോട്ട് കയറി പോകാനുണ്ട്. ഞങ്ങൾ ഇത്ര വരെ പോയിട്ടുള്ളൂ, കൂടുതൽ അങ്ങോട്ട് പോയിട്ടില്ല. കയറാനും ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ എല്ലാവരും കയറുകയും ഇറങ്ങുകയും ചെയ്തു. അല്ല തിരിച്ചേക്ക് തിരിച്ചേക്ക് എന്നിട്ട് പതുക്കെ ഇങ്ങോട്ട് നോക്കി നമ്മളെ നോക്കി ഇതിന് മെല്ലെ മെല്ലെ ഇറങ്ങും. ഓക്കെ അല്ല ഇതിങ്ങനെ നമ്മള് തിരിഞ്ഞ് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടാ. അതെ നിങ്ങൾ മാത്രം നോക്കിയാൽ മതി അല്ലേ. ഭഗവാനെ സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഈ റോപ്പിലെ കൂടിയുള്ള നടത്തവും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ചൂട് സമയമായതുകൊണ്ട് മരങ്ങളൊക്കെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു. ഹോളിസ്റ്റിക് റിസോർട്ടും ഇതിൻ്റെ പുറമേ ഉള്ള കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.